ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും പിമ്പിൾസ് സ്കാർസ്. നമ്മുടെ മുഖത്ത് പിമ്പിൾ വന്നതിന്റെ പാട് മാറുക എന്ന് പറയുന്നത് കുറേ നാളെടുക്കും. ഒരുപാട് നാളായിട്ട് മാറാത്ത പാടുകൾ വരെ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു പായ്ക്ക. ഞാൻ അത് ട്രൈ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു, പിമ്പിൾ വന്നതിൻ്റെ. അത് പോകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പായ്ക്ക ഇത്. ഒരുപാട് പേർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ പിമ്പിൾ സ്കാർസ് മാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക ഇത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തൈരാണ്. അപ്പൊ തൈര് ആയതുകൊണ്ട് തന്നെ തൈര് നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷെ ഒരു വട്ടം നമ്മൾ ഇത് ഇട്ടുകൊണ്ട് ബ്രൈറ്റ് ആകും. പക്ഷെ ആ ബ്രൈറ്റ്നെസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫീഡ് ആവും. പെർമനന്റ് ആയിട്ട് നിൽക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട അതുപോലെ സ്കാർസ് ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് മാറുന്ന സംഭവമല്ല, നിങ്ങൾക്കറിയാലോ. ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇടുവാണെങ്കിൽ, ഇപ്പൊ പഴക്കം തെച്ചെന്ന പണ്ട് പിമ്പിൾസ് വന്ന സ്കാർസ് വരെ മാറാത്ത ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താലേ അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. ആദ്യം തന്നെ പറയാം, ഇത് ഒരു വട്ടം ഉപയോഗിച്ചാലൊന്നും സ്കാർസ് ഒന്നും മാറത്തില്ല. പിന്നെ പിഗ്മെന്റേഷനും പിന്നെ അതേപോലെയുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറും. ഒരു തവണ അല്ലെങ്കിൽ 2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ മാറും. പിന്നെ അതേപോലെ സ്കിൻ ടോൺ, നമ്മളുടെ അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു പായ്ക്ക. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ക്ലിയർ ആവും. പക്ഷെ പിമ്പിൾ സ്കാർസ് ഒക്കെ മാറണമെങ്കിൽ അത് ഏത് പായ്ക്ക ആയിക്കോട്ടെ, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും ഇടേണ്ടി വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാണ്. അപ്പൊ നമുക്ക് പായ്ക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് ഞാൻ കട്ടത്തൈര് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങാനീരാണ് ചേർക്കുന്നത്, അതും 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തൈര് ഇച്ചിരി ലൂസാണെങ്കിൽ നമ്മളുടെ പായ്ക്കങ്ങ് ഭയങ്കര ലൂസാകും. നമ്മൾ ഇതിനകത്ത് കട്ടിയായിട്ടുള്ള പൊടി ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മളുടെ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് കട്ടിത്തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ മുഖത്തും കണ്ണിൻ്റെ അടിയിലും സാധാരണ നമ്മൾ പായ്ക്കിടുന്ന പോലെ തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. കട്ട തൈരായതുകൊണ്ട് നമുക്ക് പായ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വലിയ പാടില്ല. അത്യാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അല്ലാതെ ഭയങ്കര ലൂസാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കുമേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചു ഒരു 20 മിനിറ്റ് ഞാനിങ്ങനെ മുഖത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക. എൻ്റെ പിമ്പിൾ സ്കാർസ് മാറാനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പായ്ക്ക. അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റും ആയിട്ടുണ്ട്, സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പൊ റിസൾട്ട്, ഇത് സ്കാർസ് മാറാൻ ഇതിന്റെ മെയിൻ പർപ്പസ്. എങ്കിൽ പോലും ഇതിൽ നമ്മൾ തൈര് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രൈറ്റ്നെസ് പെർമനന്റ് അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഡിം ആവും. അപ്പൊ നിങ്ങൾ നമ്മുടെ നോർമൽ കളർ ഫീഡ് ആവും എന്നല്ല പറയുന്നത്, നോർമൽ കളറിലോട്ട് എത്തും. അപ്പൊ അങ്ങനെ നിങ്ങൾ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ല, നിങ്ങൾ പിമ്പിൾ സ്കാർസ് മാറാൻ വേണ്ടിയാണെങ്കിൽ ഒരു 1 മന്തെങ്കിലും സ്കാർസിന്റെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്താൽ, ഇപ്പൊ പണ്ട് കുരുക്കൾ വന്ന പാടുകൾ ഇതുവരെ മാറാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർ 1 മാസമെങ്കിലും ഇത് യൂസ് ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ മാറാൻ വേണ്ടി ഫീഡായി അല്ലേ മാറത്തുള്ളൂ. അപ്പൊ അത് 1 മന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മളിപ്പോ അടുത്തെങ്ങാനും പിമ്പിൾ വന്ന് മാറിയ സ്കാർസ് ആണെങ്കിൽ ഈ ഒരു പായ്ക്ക് നമ്മൾ 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രൈറ്റ്നസിന് വേണ്ടി ഇടുകയാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ആഴ്ച 2 വട്ടമെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഡെയിലി യൂസ് ചെയ്യേണ്ട. ബ്രൈറ്റ്നസ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്തായാലും ആ ബ്രൈറ്റ്നസ് നമുക്ക് ഇന്ന് കിട്ടുന്ന ബ്രൈറ്റ്നസ് പെട്ടെന്നൊന്നും ഡിം ആവത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മളുടെ പർപ്പസ് എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഈ ഒരു പായ്ക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും ഈ പിമ്പിൾ സ്കാർസ് മാറാനുള്ള പ്രശ്നങ്ങള്. പിന്നെ നമ്മൾ പിഗ്മെന്റേഷൻ കാരണം അല്ലെങ്കിൽ കരിവാളിപ്പ് എല്ലാം മാറാൻ വേണ്ടി നല്ലതാണ്. കരിവാളിപ്പൊക്കെ ആണെങ്കിൽ ഇത് 1 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.